അപ്പോൾ സമ്മർ തീർന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഇൻഫ്ലേറ്റബിൾ പൂളൊക്കെ വാങ്ങിച്ച് അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കിടക്കണം. അപ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയി. കഴിഞ്ഞ സമ്മർ പറ്റിയില്ല. ഈ സമ്മറിൽ ഇതായിട്ട് നമ്മുടെ കുഞ്ഞു ഷുണ്ടറിങ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഇന്നെൻ്റെ ഫുൾ ഡേറ്റ്. ഞങ്ങൾ സ്വിം ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. എന്നിട്ട് ചേട്ടനെടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ജ്യൂസൊന്നും ഇല്ലേ? അപ്പം എനിക്കുള്ള ജ്യൂസും അവനുള്ള സിപ്പർ ബോട്ടിലുമായിട്ട് ചേട്ടനെത്തി. ഈ സിപ്പർ ബോട്ടിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് കുടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആ ഒരു ബോട്ടിൽ. ഇനിയും അടുത്തതായിട്ട് ഈ പൂളൊന്ന് വീർപ്പിക്കണം. അത് കാറിന് എയർ അടിക്കുന്ന സാധനം വെച്ചിട്ടാണ് ഇത് വീർപ്പിക്കുന്നത്. ഒരു 3/4 മണിക്കൂറോളം എടുത്ത് അത് വീർപ്പിച്ച് റെഡിയാക്കി ഗൈസ്. ഇനി അടുത്തത് വെള്ളം നിറക്കൽ പരിപാടിയാണ്. എൻ്റെ കാലിൻ്റെ പാദം മുങ്ങാനുള്ള വെള്ളം പോലും ഇല്ല ഗൈസ് ഇതിൽ. എന്തായാലും ദേവൂട്ടൻ്റെ സന്തോഷമല്ലേ, അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു ടബിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി. അപ്പം എനിക്ക് ഇവൻ്റെ ഈ കളിയും ഈ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അടുത്ത സമ്മറിൽ ഈ പൂള് നിറയെ വെള്ളമായിട്ട് ഞങ്ങൾ ഈ പൂളിൽ കളിക്കും. അത് അടിപൊളിയായിരിക്കും. കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല എന്ന് പറയുന്നവരോട് ഞാൻ അഗ്രി ചെയ്യുന്നു ഒരു കാര്യത്തിൽ. അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മളും അതിൽ ബിസിയായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അടുത്ത വീഡിയോ കാണാം. ബൈ.